തിരുവനന്തപുരം മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ DVR കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കാനുള്ള പോലീസ് നീക്കത്തിന് തിരിച്ചടി. ഡിജിറ്റൽ വീഡിയോ റെക്കോർഡിൽ മെമ്മറി കാർഡ് ഇല്ലെന്ന് കണ്ടെത്തി. മെമ്മറി കാർഡ് മാറ്റിയതാണോ എന്ന് അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. നമ്മൾ DVRന്റെ റെക്കോർഡിംഗ് ഉള്ള കാർഡ് കാണുന്നില്ല, അതിനകത്ത് കാണുന്നില്ല, മെമ്മറി കാർഡ് കാണുന്നില്ല. അതിനകത്ത് ഒരു 64 GB മെമ്മറി കാർഡ് ഉണ്ടാവേണ്ടതാണ് ഈ പർട്ടിക്കുലർ. അതെ, അത് കേടല്ല, കാണുന്നില്ല, അതിനകത്ത് കാണുന്നില്ല. അല്ല, ആ ഡിവൈസ് നോക്കാൻ വേണ്ടി DVR കിട്ടിയിട്ടില്ല. അല്ല, അത് ആ ക്യാമറയുടെ പൊസിഷൻസ് നോക്കിയിട്ട് ഏതെല്ലാം വിഷ്വൽസ് കിട്ടും എന്നുള്ളതാണ്. ഇപ്പം അതിനകത്ത് കാണേണ്ടതായിട്ടുള്ള ഒരു റെക്കോർഡിംഗ് ഡിവൈസ് അത് കാണുന്നില്ല, ആ പർട്ടിക്കുലർ കാർഡ് കാണുന്നില്ല. അതിൽ പാലോട് വിശദാംശങ്ങളുമായി. അതിൽ കാണുന്നില്ല എന്ന് പറയുമ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ യദുവിന് അനുകൂലമായിട്ടുള്ള ചില തെളിവുകൾ ഉണ്ടെങ്കിൽ അത് നഷ്ടപ്പെടും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത്. യദു പറയുന്നത് സച്ചിൻ ദേവ് MLA വാഹനത്തിനുള്ളിൽ കയറി ആളുകളെയൊക്കെ പിടിച്ച് പുറത്താക്കി എന്ന ഒരു വാദമുണ്ട്. വാഹനം മുട്ടിക്കാൻ യദു ശ്രമിച്ചു ഈ KSRTC ബസ് കൊണ്ട് എന്ന് മേയർ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാതികളൊക്കെ തെളിയിക്കേണ്ടത് യദുവിന് അനുകൂലമായിരിക്കേണ്ട ചില അനുകൂലമാകും എന്ന് യദു തന്നെ പറയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കിട്ടാതെ വരുന്നത് എന്നുള്ളതാണ്. 3 ക്യാമറകൾ ഈ വാഹനത്തിലുണ്ട്. കുറച്ചുകൂടി നമുക്ക് വിശദമായി പറഞ്ഞാൽ ഇതൊരു ക്യാമറയാണ്. ഇത് പിൻഭാഗത്ത് നിന്ന് വരുന്ന ഈ KSRTC ബസിന്റെ പിൻഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ ചിത്രീകരിക്കാനായി വെച്ചിട്ടുള്ള ക്യാമറയാണ്. ഒപ്പം മുൻഭാഗത്ത് 2 ക്യാമറകളുണ്ട്. യാത്രക്കാരെ നിരീക്ഷിക്കാനുള്ള ഒരു ക്യാമറയുണ്ട്. ഇതാണ്. ഇത് സച്ചിൻ ദേവ് MLA വാഹനത്തിൽ കയറി ആളുകളെ പിടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ, യാത്രക്കാരെ ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ക്യാമറയിൽ പതിയേണ്ടതാണ്. ഇതിന് പുറമെ ഒരു ക്യാമറ ഇതിൻ്റെ മുൻവശത്തുമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കുറച്ചുകൂടി കാണാം. ആ മുൻവശത്തുള്ള ക്യാമറയാണ് പുറത്തേക്ക് ഇതിന് മുൻവശത്തുള്ള വാഹനങ്ങൾ കാണേണ്ടത്. ഈ ക്യാമറകളിലൊന്നും പക്ഷേ യദു ലൈംഗിക അധിക്ഷേപം നടത്തിയോ ഇല്ലേ എന്ന് തെളിയിക്കാൻ കഴിയില്ല. ഇതിൻ്റെ DVR ഈ സ്റ്റിയറിംഗിൻ്റെ താഴ്ഭാഗത്തായിട്ടുണ്ടാവുക. ആ DVR എടുത്തു പോലീസ്. വളരെ നിർണായകമാണ് ഈ കേസ് അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം. ഈ വാഹനം ഓവർടേക്ക് ചെയ്യുന്നതിനിടയിൽ തർക്കമുണ്ടായോ, വാഹനം ഓവർടേക്ക് ചെയ്യുമ്പോൾ ഈ KSRTC ബസ് യദു മനഃപൂർവ്വം മേയർ സഞ്ചരിച്ച വാഹനത്തെ മുട്ടിക്കാനായി വന്നു എന്നൊക്കെ തെളിയിക്കേണ്ടത് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചായിരുന്നു. പക്ഷേ ആ DVR പരിശോധിച്ച് പോലീസ്, കന്റോൺമെന്റ് പോലീസാണ് ഇത് അന്വേഷിക്കുന്നത്. കന്റോൺമെന്റ് പോലീസ് എത്തി, CI ഉൾപ്പെടെയുള്ളവരെത്തി ഇവിടെ DVR പരിശോധിക്കുമ്പോൾ അതിനുള്ളിൽ മെമ്മറി കാർഡ് കാണുന്നില്ല എന്നുള്ളതാണ്. അതിൽ ദുരൂഹതയുണ്ട് ഉണ്ടോ എന്ന ചോദ്യം കൂടി ഇപ്പോൾ പ്രസക്തമാകുന്നു എന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട്. കാരണം ഇതിലെ നിർണായകമാകേണ്ടിയിരുന്ന, ഇപ്പോൾ യദു പറയുന്ന വാദങ്ങൾ, സച്ചിൻ ദേവ് MLA ഇതിനുള്ളിൽ കയറി ആളുകളെ ഇറക്കി വിട്ടു, ഒപ്പം താനല്ല ഈ വാഹനം, ഈ മുൻപിലെ പോയ മേയറുടെ സ്വകാര്യ വാഹനമാണ് തന്നെ ഈ KSRTC ബസ്സിന് മുൻപിൽ വേഗത കുറച്ചോടിച്ച് തന്നെ കളിപ്പിച്ചത് എന്നൊക്കെ ഡ്രൈവർ യദു പരാതിപ്പെട്ടിരുന്നു. ഈ പരാതിയൊക്കെ യാഥാർത്ഥ്യമുണ്ടോ എന്നത് അന്വേഷിക്കേണ്ടിയിരുന്ന മെമ്മറി കാർഡാണ്. ഇപ്പോൾ മെമ്മറി കാർഡ് 64 GB മെമ്മറി കാർഡ് ഈ DVRൽ കാണേണ്ടതാണ്. ആ മെമ്മറി കാർഡ് കാണുന്നില്ല എന്നാണ് പോലീസ് അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഏതായാലും കേസ് അന്വേഷണം അതിന്റെ വഴിക്ക് പോകുന്നു. ഇപ്പോഴും മേയറുടെ പരാതിയിൽ മാത്രമാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. യദുവിന്റെ പരാതിയിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല എന്നുള്ളതാണ് നിലവിലെ കേസ് അന്വേഷണത്തിന്റെ സ്ഥിതി. ഗതാഗത മന്ത്രിക്കും സാധാരണഗതിയിലെ മെമ്മറി കാർഡ് ഉണ്ടാകാറുണ്ടോ? നമ്മളിപ്പോ ഒരു ബസിന്റെ പ്രാഥമികമായ അപകടം സംഭവിച്ചാൽ ഉണ്ടാകേണ്ട ബോക്സിലൊക്കെ കൂറയും കോൾഗേറ്റ് പേസ്റ്റും ഒക്കെയാണ് കാണാറുള്ളത്. ഈ മെമ്മറി കാർഡ് ആ ബസ്സിൽ ഉണ്ടായിരുന്നു എന്നാണോ KSRTC പറയുന്നത്? അതെ, KSRTC പറയുന്നതും KSRTCയിലെ ജീവനക്കാർ തന്നെയാണ്, ടെക്നീഷ്യന്മാർ തന്നെയാണ് ഇത് പരിശോധിച്ചത്. ഈ DVR പരിശോധിക്കുമ്പോൾ ഉള്ളിൽ ഒരു മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഭാഗം കാണുന്നുണ്ട്. പക്ഷേ അവിടെ മെമ്മറി കാർഡ് ഇല്ല എന്നുള്ളതാണ്. അത് ഈ അടുത്ത സമയങ്ങളിൽ മാറ്റിയതാകാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും മേയർക്കും സച്ചിൻ ദേവ് MLAക്കും എതിരായ ചില തെളിവുകൾ ലഭിക്കുമെന്ന് കരുതിയിരുന്ന ഒരു മെമ്മറി കാർഡാണിത്. വാഹനത്തിനുള്ളിൽ മേയറുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും കയറിയിരുന്നു, യാത്രക്കാരെ പുറത്തിറക്കിയിരുന്നു. ഈ മേയറുടെ വാഹനം ഈ KSRTC വാഹനത്തെ പരിഹസിക്കുന്ന രൂപത്തിൽ, ആ ഡ്രൈവറെ പരിഹസിക്കുന്ന രൂപത്തിൽ വാഹനം ഡ്രൈവ് ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ തെളിയിക്കേണ്ടിയിരുന്ന മെമ്മറി കാർഡാണ് ഇപ്പോൾ നഷ്ടമായതായി പോലീസ് കരുതുന്നത്. സാധാരണഗതിയിൽ 15 ദിവസം വരെ ഇതിന്റെ ദൃശ്യങ്ങൾ, ക്യാമറ ദൃശ്യങ്ങൾ ഈ DVRൽ സൂക്ഷിച്ചു വെക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതില്ല എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുകയും ചെയ്യുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും സ്ഥലത്തുണ്ട്. അവർ പരിശോധിക്കുകയാണ്. എങ്ങനെയാണ് ഇത് നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം കൂടി പരിശോധിക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നികേഷ്.
KSRTC ഇക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം എന്താണ്? മെമ്മറി കാർഡ് ഓരോ ഈ ബസ്സിൻ്റെ ഉപകരണങ്ങൾ, ബസ്സിൽ ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനൊക്കെ KSRTCക്ക് ലിസ്റ്റ് ഉണ്ടോ? ഈ മെമ്മറി കാർഡ് ഇടാൻ വിട്ടുപോയതാണോ, അതോ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നിട്ട് ആരെങ്കിലും എടുത്തു മാറ്റിയതാണോ? ഇത് സംബന്ധിച്ച് KSRTCക്ക് എന്തൊക്കെ വിശദീകരണം ഉണ്ടോ? രണ്ടാമത്തെ സാധ്യത തന്നെയാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ KSRTC ഇപ്പോൾ പോലീസ് വന്ന് പരിശോധിക്കുമ്പോൾ മാത്രമാണ് ഇതിലെ മെമ്മറി കാർഡിനെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. പോലീസ് പരിശോധിച്ച DVR ഇളക്കി മാറ്റി അത് പരിശോധിക്കുമ്പോഴാണ് അതിനുള്ളിൽ മെമ്മറി കാർഡ് ഇല്ല എന്ന് പോലീസ് കണ്ടെത്തുന്നത്. അപ്പോഴാണ് KSRTCയും ശരി, ഞാൻ ദയവായി തുടരുക. ഞാൻ അതിലേക്ക് തിരികെ വരാം.